ഗൈസ് നമ്മൾ ഈ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വെങ്ങൂരുള്ള പാണിയേലിപ്പൂരിലേക്കാണ്. അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, വളരെ നല്ല സ്ഥലമാണ്. ഒരു 10-30 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം അവിടെ കണ്ടൊരു കടയിൽ കയറി. രണ്ട് ചായയും പിന്നെ അവിടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബിരിയാണിയും അങ്ങനെയുള്ള പുള്ളി ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞു, ഒരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ആകുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് രണ്ട് ചായയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന പൊറോട്ട, നോൺ വെജ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊറോട്ടയും സാമ്പാറുമാണ് നമ്മൾ കഴിച്ചത്. പുള്ളി പറഞ്ഞു എഗ്ഗ് ആയിട്ടുണ്ട്, എഗ്ഗ് മാത്രമേ ഉള്ളൂ, കറി ആകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഒരു എഗ്ഗും കൂടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ട് ചായയും രണ്ട് പൊറോട്ടയും എഗ്ഗും കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഞാൻ എപ്പോഴും ഈ ഹെൽമെറ്റ് ഒരു ഹെയർ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര മെസ്സിയാണ്. സെറ്റാക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സത്യം പറയാലോ, ആ രണ്ട് പൊറോട്ട അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ജീവൻ വെച്ചത്. കാരണം ഇത്ര ദൂരം ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മുടെ എനർജി പോകുന്ന ഒരു പരിപാടിയാണ്. ആ പോകുന്ന കുട്ടീനെ കണ്ടോ? ആക്ച്വലി അവനാണ് കേട്ടോ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നെ. സത്യത്തിൽ ഞങ്ങൾക്ക് വഴി തെറ്റി പോയായിരുന്നു. ഈ ചിത്രശലഭത്തെയൊക്കെ അതൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വഴി തെറ്റിപ്പോയി. ആക്ച്വലി അവനാ തിരിഞ്ഞ ആ റൂട്ട് കണ്ടോ, അങ്ങോട്ടായിരുന്നു തിരിയേണ്ടത്. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു. പിന്നെ ആ റൂട്ടിൽ കൂടെ പോയി, അവൻ പോയി ആ റൂട്ടിൽ കൂടെ തന്നെ പോയി അവനോട് തന്നെ വഴി ചോദിച്ചു. അപ്പോഴാണ് കൃത്യമായ വഴി കിട്ടിയേ. ഈ ചിത്രശലഭമൊക്കെ എങ്ങനെയാ നിങ്ങളുടെ നാട്ടിൽ കാണാറുണ്ടോ? ആക്ച്വലി ഇല്ല കേട്ടോ, ഞങ്ങളൊക്കെ കുറെ നാള് കൂടിയാണ് ചിത്രശലഭത്തെ കാണുന്നത്. അതൊന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷെ നമുക്ക് സത്യത്തിൽ അങ്ങനെ പലതും ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇറങ്ങിയതേ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, നല്ല ചൂടും. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും പാണിയേലിപ്പൂരിൽ എത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ആരോ മാർക്ക് കാണിക്കുന്നുണ്ടോ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുക്കുക ചെയ്യേണ്ടത്. ഇത് അഡൾട്ടിന് വേറൊരു എമൗണ്ട്, കുട്ടികൾക്ക് ഇത്ര വയസ്സ് താഴെയുള്ളവർക്ക് വേറൊരു എമൗണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് നമ്മുടെ പലരുടെയും സിം ഒന്നും റേഞ്ചൊന്നും ഉണ്ടായെന്നൊന്നും വരില്ല, നെറ്റൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഇവിടുത്തെ വൈഫൈ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഞങ്ങൾ അടച്ച ബില്ല്. 2 വീലർ പാർക്ക് ചെയ്യുന്നതിന് 15 രൂപയാണ് ആയിട്ടുള്ളത്. അത് ഈ പ്ലാസ്റ്റിക് ഒക്കെ പ്ലാസ്റ്റിക് ഇടായിരിക്കാം. അതിൻ്റെ തൊണ്ട് 10 രൂപ. ചേച്ചി അപ്പൊ സ്റ്റിക്കർ കാണിച്ചാൽ തരുന്ന 10 രൂപ തിരിച്ചു തരും അല്ലേ? ഓക്കെ. ആ എൻട്രിയുടെ അവിടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാല്, നമ്മൾ ഒരുപാട് പേര് കുടിക്കാനൊക്കെ ആയിട്ടും അതുപോലെ പെപ്സി കോളയൊക്കെ വാങ്ങി കുപ്പി കൊണ്ടുപോകല്ലോ.